ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി വചനവുമായി നിൽക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനം 84:4 വാക്യം. സങ്കീർത്തനം 84:4 നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ആലയത്തിൽ വസിക്കുന്നത് ഭാഗ്യമുള്ളവർ എന്നാണ് ഇവിടെ ദൈവം പഠിപ്പിക്കുന്നത്. ആലയത്തിൽ വസിക്കുക എന്നുള്ളത് എപ്പോഴും ആലയത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരായി ഇരിക്കുന്നവരാണ് ആലയത്തിൽ വസിക്കുന്നത്. ആലയത്തിൽ വസിക്കുന്നത്. നമ്മുടെ ഈ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആലയമായ ഈ മന്ദിരത്തെ നാം സൂക്ഷിക്കണം. അത് എങ്ങനെ സൂക്ഷിക്കണം? ദൈവഹിതം അനുസരിച്ച് ജീവിച്ച്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച്, ദൈവത്തിന്റെ ആലോചനകൾ അനുസരിച്ച് ജീവിച്ച്, ദൈവത്തെ മുറുകെ പിടിച്ച്, ദൈവം നമ്മോട് എപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം ജീവിച്ച്, ദൈവത്തിന് ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാതെ നാം നമ്മുടെ ആലയത്തെ, നമ്മുടെ ഈ ശരീരത്തെ, ആലയമാകുന്ന ക്രിസ്തുവിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ നാം കാത്തു സൂക്ഷിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ നിത്യവും 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 ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. നിത്യവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഒരു പാപം ചെയ്യുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കുകയില്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുവാൻ സാധിക്കുകയില്ല. നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി നാം മാറണം. അങ്ങനെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണമെങ്കിൽ നാം നമ്മുടെ ശരീരത്തെ, ദൈവത്തിന്റെ ആലയമാകുന്ന ഈ ശരീരത്തെ നാം ശുദ്ധിയുള്ളതായി, വിശുദ്ധിയുള്ളതായി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. അങ്ങനെ ജീവിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമേ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാൻ, ദൈവത്തിൽ എപ്പോഴും ആനന്ദിക്കുവാൻ, ദൈവത്തിൽ എപ്പോഴും സന്തോഷിക്കുവാൻ ഒക്കെ സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിൽ നാം ആനന്ദിക്കുന്നവരായി, ദൈവത്തെ എപ്പോഴും പുകഴ്ത്തുന്നവരായി, ദൈവത്തെ എപ്പോഴും സ്തുതിക്കുന്നവരായി നാം മാറണം എന്നുള്ളതാണ് ദൈവം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവരായി, നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ പ്രയാസത്തിലും പ്രശ്നത്തിലും പ്രതികൂലത്തിലും പ്രതിസന്ധികളിലും ഒക്കെ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നാം ജീവിതത്തിൽ സ്തുതി നമ്മുടെ ജീവിതം വിട്ടു പോകാതെ എപ്പോഴും നാം സ്തുതിക്കുന്നവരായി, എപ്പോഴും ദൈവത്തെ പുകഴ്ത്തുന്നവരായി, ദൈവത്തെ സ്തുതിക്കുന്നവരായി, ദൈവത്തെ നന്ദിയുള്ളവരായി നാം ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങൾ തൻ്റെ ആലയത്തെ, തൻ്റെ മന്ദിരമാകുന്ന ക്രിസ്തുവിന്റെ മന്ദിരമാകുന്ന ഈ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് വിശുദ്ധിയോടെ ആ ആലയത്തെ പരിപാലിക്കുന്ന ഒരു വ്യക്തി ആണ് എന്നുള്ളതാണ് കർത്താവ് നമ്മോട് ഇവിടെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിക്ക് 24 മണിക്കൂറും ഈ ലോകത്ത് പറയുമ്പോൾ ആലയം എന്ന് പറയുന്നത് ചർച്ചാണ്. ആ ചർച്ചിൽ ചെന്നിരിക്കാൻ സാധിക്കുകയില്ല. 24 മണിക്കൂറും ചർച്ചിൽ ചെന്നിരിക്കുവാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. ദൈവം ആക്കിയിരിക്കുന്നതായ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം നൽകിയിരിക്കുന്നതായ അവരുടെ സ്വന്തം ഭവനമുണ്ട്. ആ ഭവനത്തിൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്നതായ ഓരോ കൃത്യങ്ങളുണ്ട്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട് ചെയ്യുവാനായിട്ട്. അതൊന്നും ചെയ്യാതെ എപ്പോഴും ചെന്ന് ആലയത്തിൽ ഇരിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. ആലയത്തിൽ ഇരിക്കുക എന്നാൽ ദൈവം നമ്മുടെ ഈ ശരീരത്തെയാണ് ദൈവത്തിന്റെ മന്ദിരമായി, ദൈവത്തിന്റെ ആലയമായി കാണുന്നത്. ഈ ആലയത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കണം, വിശുദ്ധിയോടെ സൂക്ഷിക്കണം, ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് സൂക്ഷിക്കണം. എന്നാൽ എപ്പോഴും സ്തുതിക്കുന്നവരായി,
നമുക്ക് മാറുവാൻ സാധിക്കും. എപ്പോഴും സ്തുതിക്കുന്നവരായി, കർത്താവിൽ എപ്പോഴും ആനന്ദിക്കുന്നവരായി, കർത്താവിൽ എപ്പോഴും സ്തുതിക്കുന്നവരായി നമുക്ക് മാറുവാൻ സാധിക്കും. അതിനായി ദൈവം നിങ്ങളെവരെയും ഒരുക്കട്ടെ. നിങ്ങളുടെ ശരീരത്തെ നാം വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നതിനായി ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. എപ്പോഴും സ്തുതിച്ചുകൊണ്ട് ആയിരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഭാഗ്യത്തെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെ ഏവരെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.